ഈ 10.23 കോടി 10,23,00,000 അധിക ബാധ്യത എന്ന് CAG പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ശരിക്കും ഒരു ഈ ഊർധ്വൻ വലിച്ചു കിടക്കുമ്പോൾ ചെറിയ പ്രാണവായു കിട്ടുന്നത് പോലെയായി ആ CAG റിപ്പോർട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഈ 2020 മാർച്ചിൽ ഇറക്കിയ ഈ പർച്ചേസ് ഓർഡറുകൾ വിവിധ കമ്പനികളുടേത് ഉണ്ണി സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതിൽ ഈ 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാൻ ഒരു കമ്പനി വരുമ്പോൾ അവർ 25,000 കിറ്റുകൾ നൽകാൻ തയ്യാറാണെന്നാണ് അറിയിച്ചത്. അവരോട് 10,000 മതിയെന്ന് പറഞ്ഞത് സർക്കാരാണ്. രേഖകളിൽ തന്നെ അത് പറയുന്നുണ്ട്. 25,000 അവർക്ക് തരാൻ കഴിയും, ദേ ക്യാൻ പ്രൊവൈഡ് എന്നതാണ് അവർ കൊടുത്തത്. അത് ഈ സാൻഫാർമയെ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപാണ്. അപ്പോൾ 25,000 തരാൻ പറ്റും എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 10 മതിയെന്ന് പറയുന്നു. പിന്നീട് ആ പർച്ചേസ് ഓർഡർ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. സാൻഫാർമയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നു. അതേ എമൗണ്ട് ആണ്. മാത്രമല്ല മറ്റു കമ്പനികളിൽ നിന്ന് ഉണ്ണി സാർ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ഇത്രയും PPE കിറ്റ്സ് അതിൽ എത്രയാണ് യൂസേജ് എന്നത് കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിൻ്റെ കണക്ക് കൂടി സർക്കാർ തന്നെയാണ് പുറത്തുവിടേണ്ടത്. PPE കിറ്റ് എത്ര ഉപയോഗിച്ചു, എത്ര ബാക്കി വന്നു എന്നതും. അതായത് അടിയന്തര ഉപയോഗത്തിനായി ഗുണമേന്മയുള്ള സാധനങ്ങൾ വാങ്ങിയതിനെ ഞാൻ തെറ്റു പറയുന്നില്ല. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത് ആ ഒരു ന്യായീകരണമാണ്. ഗുണനിലവാരം കണക്കിലെടുത്തു. കിറ്റിന് ക്ഷാമമുണ്ടായാൽ കുറച്ച് കൂടുതൽ കിറ്റുകൾ കൂടുതൽ വിലയ്ക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് മുൻ ആരോഗ്യമന്ത്രിയുടെ വാദം. അവർ ആ സമയത്ത് കോവിഡ് കാലത്തെന്ന് മാത്രമല്ല ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ നല്ല പ്രവർത്തനമാണ് KK ശൈലജ കാഴ്ചവെച്ചത്. അപ്പോൾ അവർക്ക് നേരെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി ഭരണപക്ഷത്തെ ചിലരും ഇപ്പോൾ ഈ വിവാദത്തെ ഈ CAG റിപ്പോർട്ടിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് എന്നത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടാവും.